ഇവിടെ തീ തുപ്പുന്ന ഡ്രാഗൻ ഒരു കൊട്ടാരത്തിന് നേരെ പോകും. അവിടുത്തെ സൈന്യമാകട്ടെ തമ്പ് ചെയ്തിട്ടും ഡ്രാഗന്റെ രോമത്തിൽ പോലും തൊടുന്നു. ഇതൊക്കെ കണ്ട് ഭയപ്പെട്ട രാജാവ് ആ പടയാളിയോട് ആ ഡ്രാഗനെ കൊല്ലാൻ പറയും. ആ പോകില്ല എന്ന് പറഞ്ഞിട്ട് രാജാവ് ആ പടയാളിയെ ഡ്രാഗന് മുമ്പിലേക്ക് ഉന്തിവിടുന്നു. അവസാനം രണ്ടും കൽപ്പിച്ചുമൊക്കെ സംഭരിച്ച് അവസാനം ഡ്രാഗന്റെ മുമ്പിലേക്ക് ഓടിപ്പോകുന്നു ഡ്രാഗനെ ആക്രമിക്കാൻ. ഡ്രാഗനാകട്ടെ അവനെ കണ്ടിട്ട് പോലുമില്ലായിരുന്നു. പ്ലിം എന്ന ശബ്ദം കേട്ട് അവൻ ചമ്മന്തിയായി. പിന്നീടാണ് രാജാവിന്റെ അടുത്തേക്ക് വന്ന് ഒരു ഐഡിയ കാണിച്ചു കൊടുക്കുന്നത്. ഇത് കണ്ടതും രാജാവിന് ഒരു ഐഡിയ തോന്നുകയും സന്തോഷവാനാവുകയും ചെയ്തു. ഗംഭീരമെന്ന് പറഞ്ഞ് തോളിൽ കണ്ടു. പിന്നീട് രാജാവ് തന്നെ ആ യന്ത്രം ഉണ്ടാക്കുന്ന ശ്രമത്തിലാണ്. വളരെ വേഗത്തിൽ ഡ്രാഗനാകട്ടെ കൊട്ടാരത്തിന്റെ തൊട്ടടുത്തെത്തി. അപ്പോഴേക്കും രാജാവ് ആ യന്ത്രം ഉണ്ടാക്കി കഴിയുകയും ചെയ്തു. വളരെ ബുദ്ധിമാനായ രാജാവ് പിന്നെ ചെയ്തത് കാണണം. കല്ലിന് പകരം രാജാവ് തന്നെയാണ് ആ യന്ത്രത്തിൽ ഇരുന്നത്. രാജാവ് അങ്ങനെ സേഫായിട്ട് മറ്റൊരു സ്ഥലത്ത് എത്തി. അപ്പോഴേക്കും ആ ഡ്രാഗനാകട്ടെ ആ കൊട്ടാരം ഭസ്മമാക്കി കഴിഞ്ഞു. നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കണ്ടിട്ടുണ്ടെങ്കിൽ മാത്രമേ ഈ വീഡിയോ ലൈക്ക് ചെയ്യൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.